Hi everyone. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേരിയേഷൻ ഓൺ ദ ക്ലയന്റ് സെർവർ മോഡൽ. ആർക്കിടെക്ചർ മോഡലിലെ പാർട്ട് 3 ആണ് എടുക്കുന്നത്. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, സിസ്റ്റം മോഡൽസ് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ മോഡൽ, ഫണ്ടമെന്റൽ മോഡൽസ് ആൻഡ് ഫിസിക്കൽ മോഡൽസ് ആണ്. അതിലെ ആർക്കിടെക്ചർ മോഡലാണ് എടുക്കുന്നത്. അതിലെ ഫസ്റ്റ് 3 ടോപ്പിക്സും ഓൾറെഡി എടുത്തതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് എടുക്കുന്നത് വേരിയേഷൻ ഓൺ ക്ലയന്റ് സെർവർ മോഡൽ. ഓക്കെ, ക്ലയന്റ് സെർവർ എന്താണെന്ന് ജസ്റ്റ് പറയാം. ഇത് ക്ലയന്റ്, ഇത് സെർവർ. ഓക്കെ, അപ്പോൾ ക്ലയന്റ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ആ റിക്വസ്റ്റ് സെർവർ സൈഡിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ ആയിരിക്കും തിരിച്ച് ക്ലയന്റിൽ കിട്ടുന്നത്. ഇതാണ് ക്ലയന്റ് സെർവർ മോഡൽ. അതിൽ വേരിയേഷൻസ് ആണ് പറയുന്നത്. ഒന്ന് മൊബൈൽ കോഡ്, സെക്കൻഡ് മൊബൈൽ ഏജന്റ്, തിൻ ക്ലയന്റ് ആൻഡ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ്. ഫസ്റ്റ് മൊബൈൽ കോഡ്. മൊബൈൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൂവ്മെന്റ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ദ കോഡ് that can be sent from one computer to another and run at the destination. Example, Java applet. അതായത് നമുക്ക് കോഡിനെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് മൂവ് ചെയ്യുകയും അവിടെ അത് റൺ ചെയ്യാനും പറ്റുകയാണെങ്കിൽ അതാണ് മൊബൈൽ കോഡ്. അപ്പോൾ ഇവിടെ ജാവ ആപ്ലെറ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് സെർവർ സൈഡ്, ഇത് ക്ലയന്റ് സൈഡ്, ഇത് സെർവർ സൈഡ്. അപ്പോൾ സെർവർ സൈഡിൽ നിന്ന് ജാവ ആപ്ലെറ്റിനെ ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്കലി ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലയന്റ് സൈഡിൽ ആപ്ലെറ്റിനെ ലോക്കലി റൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് നമുക്ക് സെർവർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി അടുത്തത് മൊബൈൽ ഏജന്റ്. ഏജന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ എനിക്കൊരു വീട് വേണം. ഓക്കെ, ഞാനായിട്ട് സെർച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് ഞാനൊരു ഏജൻസിയിൽ പറയാണ്. അപ്പോൾ അവർ എനിക്ക് പകരം അവരത് സെർച്ച് ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, ദ റണ്ണിംഗ് പ്രോഗ്രാം ദാറ്റ് ട്രാവൽ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ ക്യാരിങ് ഔട്ട് എ ടാസ്ക് ടു സമൺസ് ബിഹാഫ്. എന്നിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും. ഓക്കെ, അതായത് നമുക്കറിയാം ഇപ്പം ഇന്റർനെറ്റിന്റെ യൂസേജ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പം അതിൻ്റെയൊക്കെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് സെർവേഴ്സിലായിരിക്കും. അപ്പോൾ നമ്മളൊരു ക്വറി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ ഏജന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് മൊബൈൽ ഏജൻസ് സെയിം ക്വറീനെ ഡിഫറെന്റ് സെർവേഴ്സിൽ സെർച്ച് ചെയ്യും. അപ്പോൾ ഏത് സെർവറിലാണോ ഉള്ളത് അത് വേഗം തിരിച്ചു മൊബൈൽ ഏജന്റ് വഴി ക്ലയന്റിൽ എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് റെസ്പോൺസ് ടൈം പെട്ടെന്നാകും. ഓക്കെ, അതായത് ഈ ഡയഗ്രാം നോക്കിയേ, ക്ലയന്റ് സൈഡിൽ മൊബൈൽ ഏജന്റ് ഉണ്ട്. കൊടുക്കുന്ന ക്വറീനെ ഏജന്റ് മാനേജർ ക്ലോൺ ചെയ്ത് ഡിഫറെന്റ് മൊബൈൽ ഏജന്റിൽ കൊടുക്കും. ആ ഓരോ മൊബൈൽ ഏജന്റും ഡിഫറെന്റ് സെർവറിൽ സെർച്ച് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്തതിന്റെ റിസൾട്ട് മൊബൈൽ കോഡ് വഴി ക്ലയന്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് തിൻ ക്ലയന്റ്. തിൻ ക്ലയന്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് കമ്പ്യൂട്ടർ ആണ്. അതായത് ലോ പ്രോസസ്സിംഗ് നടക്കുന്ന സിസ്റ്റത്തെയാണ് തിൻ ക്ലയന്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഹാർഡ് ഡ്രൈവ് ഇല്ല. ഹാർഡ് ഡ്രൈവിന് പകരമായിട്ട് ഫ്ലാഷ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. തിൻ ക്ലയന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെ, പക്ഷെ അതിനകത്ത് ഹാർഡ് ഡ്രൈവിന് പകരം ഫ്ലാഷ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഹാർഡ് ഡ്രൈവ് ഇല്ലാത്തത് കൊണ്ട് അവിടെ പ്രോസസ്സിംഗ് നടക്കത്തില്ല. ഇവിടെ ആക്ച്വലി അവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ റിമോട്ട് സെർവറിൽ, ഓക്കെ, ഇവിടെ ഡൗൺലോഡിംഗ് നടക്കുന്നില്ല. യൂസർ സൈഡിൽ, ക്ലയന്റ് സൈഡിൽ ഡൗൺലോഡിംഗ് നടക്കാതെ അവർ റിമോട്ട് സെർവറിലായിരിക്കും റൺ ചെയ്യുന്നത്. ഓക്കെ, അതായത് തിൻ ക്ലയന്റ് റിമോട്ട് സെർവറിലായിരിക്കും റൺ ചെയ്യുന്നത്. അതായത് തിൻ ക്ലയന്റ് യൂസ് ചെയ്യുന്നത് റിമോട്ട് സെർവറിലെ ഹാർഡ് ഡ്രൈവിനെ ആയിരിക്കും. ഓക്കെ, ഇവിടെ അപ്പോൾ എന്താണ്? ചീപ്പ് കോസ്റ്റ് ആണ് വരുന്നത്. ലാസ്റ്റ് വൺ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ. നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഹാർഡ് ഡ്രൈവ് ഇല്ല. നെറ്റ്വർക്ക് കമ്പ്യൂട്ടറിലും ഹാർഡ് ഡ്രൈവ് ഇല്ല. അപ്പൊ ഇവിടെ എന്താണ് ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യൂസർ സൈഡിൽ ഇതിന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആപ്ലിക്കേഷൻസും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും എല്ലാം തന്നെ റിമോട്ട് സെർവറിൽ നിന്നും നമ്മുടെ ലോക്കൽ ഹോസ്റ്റിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. നമുക്ക് ആപ്ലിക്കേഷൻ
ലോക്കലി റൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഡിഫറൻറ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫയൽസിനെ മാനേജ് ചെയ്യുന്നത് റിമോട്ട് സെർവറിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് എക്സിക്യൂഷൻ നടക്കുന്നത് ലോക്കൽ ഹോസ്റ്റിലും പക്ഷെ അതിന്റെ ഫയൽസിനെ സേവ് ചെയ്യുന്നത് റിമോട്ട് സെർവറിലും ആണ്. ഇത്രയും ഈ 4 ടോപ്പിക്സ് ആണ് ക്ലയന്റ് സെർവർ മോഡലിന്റെ വേരിയേഷൻസ് എന്ന് പറയുന്നത്. ടോപ്പിക് മനസ്സിലായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.